മനസ്സാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്ന മാതാവാണ്. അപ്പൊ നമ്മളുടെ മാനസികമായ ശക്തി നമുക്ക് ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ദുർബലരാകും. നമ്മള് മനസ്സിനെയാണ് ആദ്യം ബാധിക്കുന്നത് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള ആന്തരിക ശക്തികളൊക്കെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. അതൊക്കെ നമ്മളെ നിർവീര്യമാക്കി നമ്മുടെ ആന്തരാവയവങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള കൈവശങ്ങളൊക്കെ കൊടുക്കും. മരണത്തിലേക്കൊക്കെ പോകില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു തലമുറ അങ്ങനെ കടന്നു പോകാം. ദൈവികമായിട്ടുള്ള നമ്മുടെ ശക്തികൾക്ക് ബലക്ഷയമുണ്ട്. ഈ ആഭിചാരം, കൈവശം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൂടുതൽ കൂടുതൽ ബലമായിട്ടാണ് വരണത്. കാരണം ആന്തരിക ശക്തികൾക്കാണ് ഇന്ന് കലികാലല്ലേ. നമുക്കെതിരായ ഒരാളത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ജപതപങ്ങളൊക്കെ വിടും. ഇത് നമുക്ക് ഇത് ചെയ്ത ആളുകളിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റില്ലേ? തിരിച്ചെത്തിക്കാനുള്ള മന്ത്രം ചെയ്യാൻ പറ്റും. അസൂയ ജനിപ്പിക്കുന്ന എന്തോ ഒരു വസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കൈവേഷത്തിനും ആഭിചാരത്തിനും ഒക്കെ നമ്മൾ നിൽക്കുള്ളൂ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷ യാത്രയിലേക്ക് സ്വാഗതം. ആസ്ട്രോളജറായ ശ്രീമതി ജ്യോതി സത്യനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. മാഡം നമസ്കാരം. നമസ്കാരം. നെഗറ്റീവ് കാര്യങ്ങൾ ഇത് ഏൽക്കാൻ, നമ്മളെ ബാധിക്കാൻ ഗ്രഹനില വഴിയോ അല്ലെങ്കിൽ പ്രത്യേക തീയതികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അമാവാസിയോ പൗർണമിയോ അങ്ങനെയൊക്കെയുള്ള സമയങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഗ്രഹനിലയിലുള്ള പ്രത്യേക സമയങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതായത് നമുക്കിപ്പം ഈ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലര് പറയും ഇതൊന്നും കുറച്ച് സമയം എടുക്കുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞ ടൈമിനൊന്നും അയാൾക്ക് ശരിയാകുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ സമയം ഇപ്പൊ അനുകൂലമാണ് അവർക്ക്. അപ്പൊ ഇപ്പൊ ഗുരുവൊക്കെ വ്യാഴം അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരാളാണ്, അയാൾക്ക് നല്ല ആത്മീയമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ആയിട്ട് നല്ല കണക്ഷൻ ഉള്ള ആളാണ്, എന്നും ദേവി മഹാത്മ്യമായി പാരായണം ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം നന്നായി പാരായണം ചെയ്ത് അതിന് ശുദ്ധിയോടുകൂടിയും വൃത്തിയോടുകൂടിയും ദേവി രമേശ്വരിയെ നന്നായിട്ട് ഇതൊക്കെ ആവുന്നുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് ഈ വക കാര്യങ്ങൾ ഏൽക്കാനായിട്ട് ഇച്ചിരി പണിയാണ്. അപ്പൊ അത് അവരെന്ത് ചെയ്യും, ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് വിടാൻ പറ്റൂലല്ലോ. പൈസ വാങ്ങിച്ച് നമ്മളത് റെഡിയായി നിൽക്കുമല്ലേ, അത് ചെയ്യണം എന്നുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ പറഞ്ഞ ആ വ്യക്തി ഏതെങ്കിലും ഒരു രീതിയിൽ ഇതിൽ നിന്നൊക്കെ ഒരു ശ്രദ്ധ പോകുന്നൊരവസരം ഉണ്ടാവുമല്ലോ. അയാൾ ഇപ്പൊ നമ്മളാണെങ്കിലും കുറെ ദിവസം ആകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ശ്രദ്ധ പോകാതെ പാരായണം ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അങ്ങനെ വരുന്ന എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ജാതകത്തില് ദശയില് അന്തർദശയൊക്കെ വരും. അപ്പൊ അന്തർദശയൊക്കെ മോശമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശം കാലാവസ്ഥ ഈ ദശാപരമായിട്ട് നമുക്ക് മോശമാണ്, അല്ലെങ്കിൽ ചാരവശാൽ നമുക്ക് മോശമാണ്, അഷ്ടമത്തിലാണ് പോയി വ്യാഴം നിൽക്കുന്നത്, 12ലാണ് 6, 8, 12 ഭാവങ്ങളിലൊക്കെ ഗുരു നിൽക്കുന്ന സമയം ചാരവശാലൊക്കെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് ഇത് കുറയും. നമ്മുടെ ആ ഒരു ദൈവാധീനം അല്ലെങ്കിൽ ദൈവാനുകൂല്യം കുറയുന്നൊരു സമയമാണ്. അപ്പൊ ആ സമയത്ത് അവര് പവർഫുൾ ആക്കി കഴിഞ്ഞാൽ നമ്മളുടെ ആ വ്യക്തിയിലേക്ക് ഇത് വരും, പെട്ടെന്ന് വരും. അപ്പൊ അതുവരെ അവർക്ക് കുറച്ച് പണിയുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ജനനാൽ തന്നെ അവരുടെ ഗ്രഹനിലയില് അതിന് ഭാഗമായ രീതിയിലുള്ള ഗ്രഹസംയോഗങ്ങൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ 6, 8, 12 ഭാവങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വ്യക്തി ഇതിന് ഏറ്റവും എളുപ്പത്തിൽ ഇതിന് വശമതനാകുന്ന ആളാണോ എന്ന് നമുക്ക് ഗ്രഹനില നോക്കിയാൽ അറിയാൻ പറ്റും. 6, 8, 12 ഭാവങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ഭാവാധിപന്മാര് തമ്മിൽ ബന്ധമുണ്ടോ, ഇനി അയാളുടെ ലഗ്നം, ഈ ലഗ്നം എന്ന് പറയുന്നതാണ് നമ്മളെ ഓവറോൾ നമ്മൾ ആരാണെന്ന് പറയുന്നത്. അപ്പൊ ആ ലഗ്നത്തിന് ബലമില്ലാതെ വരിക, ആ ലഗ്നത്തിലേക്ക് നീചഗ്രഹങ്ങള് നോക്കുക, ഗുളികൻ, അതുപോലെ തന്നെ രാഹുകേതുക്കള് ഇവരൊക്കെ നോക്കുക, ശനി, ഇങ്ങനെയുള്ള ദൃഷ്ടികൾ വരിക, ലഗ്നാധിപൻ മോശമായ സ്ഥാനത്തേക്ക് പോവുക, ചന്ദ്രന് ബലമില്ലാത്ത സമയത്ത് നമ്മൾ പക്ഷബലം കുറഞ്ഞ ചന്ദ്രൻ അങ്ങനെ വരിക, പിന്നെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഗുരുവിന്റെ ദൃഷ്ടിയൊന്നും അവിടെ ഈ ഭാഗത്തേക്കൊന്നും ഇല്ല, ലഗ്നത്തിലേക്കൊന്നും ഇല്ല, എല്ലാം ഇങ്ങനെ മോശപ്പെട്ട ഗ്രഹങ്ങളാണ് നോക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും പേടിയുണ്ടാവും, കോൺഫിഡൻസ് കുറവായിരിക്കും. അയാൾ ഇതൊന്നും ആയിട്ടില്ലെങ്കിൽ വഴിയിൽ ആരെങ്കിലും ആഭിചാരം കിട്ടിയാൽ ഇയാൾക്ക് കിട്ടിയതുപോലെ ആവും. അത്രയും ഇതാണ്, ഭയങ്കരമായിട്ട് പേടിച്ച് വിറയ്ക്കുന്ന ഒരു മാനസികമായിട്ട് അവർ അങ്ങനത്തെ ഒരു ഇതായിരിക്കും, അവർക്കൊരു ആത്മബലം ഇല്ലാത്തവരാണ്. അങ്ങനെയുള്ളവരിലേക്ക് ഈ ക്രിയകൾ അതിശക്തമായ രീതിയിൽ വന്നു വരുമ്പോ പെട്ടെന്ന് അവര് അതിനെ
മറ്റവരെക്കാൾ കൂടുതൽ വേഗത്തിൽ മറ്റവർക്ക് കാര്യം സാധിച്ചെടുക്കാൻ പറ്റും. അത് ആ. ഇപ്പം മാഡം പറഞ്ഞ അമാവാസി, ആ. അമാവാസിയിൽ ഇപ്പൊ ഒരാൾക്ക് ഏറ്റിട്ടുണ്ടെങ്കിൽ ഉം. അമാവാസിയിൽ അയാളുടെ മാനസിക ബലം കുറയും കുറയും. എന്ന് പറയാറുണ്ട്. മനസ്സാണല്ലോ ചന്ദ്രൻ എന്ന് പറയുന്ന മാതാവാണ്, മനസ്സാണ്. ഉം. അപ്പൊ നമ്മളുടെ മാനസികമായ ശക്തി നമുക്ക് ഇല്ലാതെയാകുമ്പോൾ നമുക്ക് ദുർബലരാകും. നമ്മള് മനസ്സിനെയാണ് ആദ്യം ബാധിക്കുന്നത് ഇതെല്ലാം. അതെ, അതെ. അപ്പൊ ഇത് വരുമ്പോ എന്താന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഇരുട്ട് നമ്മൾ പറയില്ലേ, പുറത്തേക്ക് ഇറങ്ങിയപ്പോ കുട്ടിയെ എന്തോ കണ്ട് പേടിച്ചു എന്നൊക്കെ പറയണ. അപ്പൊ അതാ ഒരു ഇരുട്ട് അമാവാസി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ദുർമന്ത്രങ്ങൾക്കും ദുർശക്തികൾക്കും ഒക്കെ ബലം. അപ്പൊ നമ്മളിൽ അതിന്റെ ദൈവികമായ ചൈതന്യങ്ങൾ അവർക്ക് ബലമുള്ള കാലാണത്, സമയമാണത്. അതുപോലെ ഇരുട്ടിലെ ഓരോ യാമങ്ങളിലും ഒക്കെ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ആ സമയത്തൊക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇത് നട്ടുച്ചക്കൊന്നും ആയിരിക്കില്ല പോയി ചെയ്യുന്നത്. അവർക്കറിയാം ഏത് രീതിയിൽ ഏത് സമയത്ത് ചെയ്താലാണ് ഇതിന് ഗുണങ്ങളെന്നുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ആശ്രിക ശക്തികളൊക്കെ അർദ്ധരാത്രിക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് അതൊക്കെ കൂടുതലും. അതുപോലെ അമാവാസി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കും ആ സമയത്തായിരിക്കും വൈബ്രേഷൻ വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അതിന് കൂടുതൽ നമ്മളൊന്ന് ഉടയും. മാനസികമായിട്ട് നമുക്ക് തകർച്ച ഉണ്ടാകും. ആദ്യം വരുന്നത് അപ്പോഴായിരിക്കും. നമുക്ക് ഇപ്പൊ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അമാവാസിയിലൊക്കെ ആയിരിക്കും നമുക്ക് കൂടുതലായിട്ട് നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇപ്പൊ വിഷാദത്തിന്റെ ലെവലിലേക്ക് പോകാം, ചിലർ ഉറക്കക്കുറവ് വരാം, കലഹത്തിലേക്ക് പോകാം, മടി കാണിക്കാം, അല്ലെങ്കിൽ രോഗങ്ങളായിട്ട് വരാം. ഇങ്ങനെ പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങളാണ് വരണത്. ഇപ്പൊ ത്വക്ക് രോഗങ്ങൾ വന്ന് ഇങ്ങനെ നമ്മൾ ആദ്യം അലർജിയാന്ന് വിചാരിച്ചിരിക്കും. പിന്നീടാണ് അത് ദേഹത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും പിന്നെ അങ്ങനെ പല രീതിയിൽ ഇതിപ്പോ ഏതൊക്കെ തരത്തിലാണ് ഇത് പലതരത്തിലുള്ള ആഭിചാര കർമ്മങ്ങളുണ്ട്. ചിലതൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് മാറ്റാം, ചിലതൊക്കെ അഗാധമായി തന്നെ നമ്മുടെ രക്തത്തിലേക്കൊക്കെ അലിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ കൊടുക്കുന്ന, അങ്ങനെ പോയിട്ട് നമ്മളെ നിർവീര്യമാക്കി നമ്മുടെ ആന്തരാവയവങ്ങളെയൊക്കെ നിർവീര്യമാക്കുന്ന രീതിയിലുള്ള കൈവശങ്ങളൊക്കെ കൊടുക്കും. മരണത്തിലേക്കൊക്കെ പോകില്ലേ? തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിട്ടില്ല എങ്കിൽ ഒരു തലമുറ അങ്ങനെ കടന്നു പോകാം, അങ്ങനെയും വരാം. അപ്പൊ അതൊക്കെ കൊണ്ടാണ് നമ്മളിങ്ങനെ വരുമ്പോ തീർച്ചയായിട്ടും അടിക്കടി ഇങ്ങനെയുള്ള തോൽവികൾ വരിക, അടിക്കടി നമ്മുടെ പരിശ്രമങ്ങൾ ഫലമില്ലാതെ വരിക, പെട്ടെന്ന് നമ്മൾ നല്ല രീതിയിൽ നിന്നിട്ട് പെട്ടെന്ന് ഡൗൺ ആവുക. അത് പ്രത്യേകിച്ച് നമ്മുടേതായ കാര്യങ്ങളൊന്നും ഇല്ലാതെ. ഇപ്പൊ നമ്മൾ നന്നായിട്ട് പോകുന്നൊരു ബിസിനസ് സ്ഥാപനമാണെന്ന് വിചാരിക്കട്ടെ, എല്ലാവരും വിചാരിക്കും അവൻ രക്ഷപ്പെട്ടു കേട്ടോ എന്നുള്ള ഒരു ചെറിയ പറച്ചിൽ, അസൂയാജനകമായ ഒരു പറച്ചിൽ പോലും ചിലപ്പോ നെഗറ്റീവാണ്. അപ്പൊ പിന്നെ ആ രക്ഷപ്പെട്ടു എന്നുള്ള ആ പറച്ചിലിന് അപ്പുറത്തേക്ക് നമ്മൾ കടന്നാലോ തീർച്ചയായിട്ടും അത് എഫക്റ്റ് ചെയ്യും. അതൊക്കെയാണ് ഇതിന്റെ ഇന്നത് കൂടുതലാണ്. കാരണം ദൈവികമായിട്ടുള്ള നമ്മുടെ ശക്തികൾക്ക് ബലക്ഷയമുണ്ട്. പണ്ടുള്ള ആളുകൾ ചെയ്തിരുന്നത് പോലെ നമുക്ക് ആധ്യാത്മികപരമായിട്ടുള്ള അടുപ്പം കുറവാണ്, ആത്മീയതയിലേക്കുള്ള നമ്മുടെ ചര്യകൾ കുറവാണ്. പക്ഷെ ഇങ്ങനെയുള്ള ശക്തികൾ വളരെ കൂടുതലുമാണ്. കാരണം ഒരാളുടെ വളർച്ച ഒരാൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ പിള്ളേര് കൂടുതൽ മാർക്ക് മേടിച്ച അമ്മ പറയാം അവനെ കണ്ട് ആ കുട്ടി എത്ര ശ്രദ്ധയോടെയാണ് പഠിക്കണത്, നീയും അങ്ങനെ ആകണം. ഇന്നിപ്പോ അങ്ങനെയല്ല, അവനെ അങ്ങനെ കാണിച്ചു തന്നാൽ അവൻ 4 ദിവസം സ്കൂളിൽ വരാതിരിക്കും, അവന്റെ കാലിലൊരു പണി കൊടുക്കണം, അവനെ തളർത്തി കിടത്തണം. അങ്ങനെയാണ് പണ്ട്, അങ്ങനെയാണ് നമ്മൾ അമ്മമാരും കുടുംബക്കാരും നമ്മൾ എളുപ്പ വഴിയായി കാണുന്നു. അതാണ് അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ട് പോലും ഉണ്ട്. അമ്മമാര് പോലും ആ കുട്ടിയാണോ നിനക്കെതിരായിട്ട് വരുന്നത് എന്ന് അവനെ ഇല്ലാതെയാക്കാം, അല്ലെങ്കിൽ അവനെ കുടുംബത്തെ തന്നെ അവിടെ നിന്ന് ഓടിക്കാം. ഇങ്ങനെയൊക്കെയുള്ള നെഗറ്റീവായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആത്മീയത കുറവായതുകൊണ്ട് നമ്മൾ അപ്പാപ്പയുള്ള പെട്ടെന്ന് നമ്മൾ എന്താണോ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ആ നെഗറ്റീവാണ് വേണ്ടി തേടി നടക്കുകയാണ്. അപ്പോഴാണ് ഈ ആഭിചാര കർമ്മങ്ങൾക്കൊക്കെ പ്രസക്തി ഇപ്പോഴാണ് കൂടുതൽ പണ്ടത്തെക്കാളും. പണ്ട് എല്ലാവർക്കും ഒരു ഭയഭക്തി ബഹുമാനം ഉണ്ടായിരുന്നു ദൈവത്തിൽ. മാഡം പറഞ്ഞ പോലെ ഒരു ആത്മീയത കൂടുതലുണ്ടായിരുന്നു. ചെയ്തു കഴിഞ്ഞാൽ പേടിയുണ്ടായിരുന്നു, അത് ചെയ്യാനൊരു പേടിയുണ്ടായിരുന്നു. ഇന്നിപ്പോ ആ സൈഡ് വീക്ക് ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡല്ല. എന്റെ മോനേക്കാൾ എപ്പോഴും ഇവനാണ് മാർക്ക് വാങ്ങുന്നതെങ്കിൽ അവൻ എന്തെങ്കിലും ഒരു പണി കൊടുക്കുക, അങ്ങനെ പറഞ്ഞു വരുന്നവരും ഉണ്ട്. എന്റെ മോന് വലിയ സങ്കടം, അവൻ 2 മാർക്ക് എപ്പോഴും കുറഞ്ഞു പോകും. ആ കുട്ടി ഉള്ളത് കൊണ്ടാണ്. ആ കുട്ടി പഠിച്ചതുപോലെ നീ എന്ത് പഠിക്കാത്തത്, നീ അങ്ങനെ എന്തുകൊണ്ട് ആ 2 മാർക്ക് നിനക്ക് പോയി, അതുകൂടി കണക്കാക്കി നീ പഠിക്കൂ എന്നല്ല പറയുന്നത്. അവനെങ്ങനെ തറ അല്ലെ അവൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ട്രാൻസ്ഫർ, അവന്റെ അച്ഛൻ അവിടെ ജോലിയാണെങ്കിൽ അയാൾക്കൊരു ട്രാൻസ്ഫർ വാങ്ങിച്ചു എല്ലാ കാട്ടിലോട്ടും പറഞ്ഞു വിടുക. അപ്പൊ അവൻ പോയി.
അതോടെ ഇങ്ങനെയാണ് ആളുകൾ ചിന്തിക്കുന്നത്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം നമ്മളോട് വിളിക്കുന്ന ആൾക്കാർ ഓരോ തരത്തിൽ സംസാരിക്കുമ്പോൾ അവരുടെ രീതി പോകുന്ന ഒരിക്കലും ചിന്താഗതികൾ മാറി. അതുകൊണ്ടാണ് കർമ്മങ്ങൾ അന്നും ഇന്നും ഉണ്ട്. പക്ഷേ കർമ്മം ചെയ്യാനുള്ള ഒരു എന്ത് വില കൊടുത്തും, അതായത് മിക്കവാറും ഈ കർമ്മികളൊക്കെ ചെയ്യാനായിട്ട് അവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം ചെയ്യുന്ന ആൾക്കാർക്കും അതിന്റെ ഒരു എഫക്റ്റ് ഉണ്ട്. ഇത് മാർഗം കാണിച്ചു കൊടുക്കുന്നവരെ ഇപ്പൊ എന്നോട് ചോദിച്ച് ഞാനത് പറഞ്ഞു കൊടുത്താൽ എനിക്കും ഒരു ഫലം അതിൻ്റെതുണ്ട്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഒരു സീലുണ്ട് അവിടെ. അപ്പൊ ആ സീല് ഉള്ളത് കൊണ്ട് നമുക്കൊരു ഭയം ഉള്ളതുകൊണ്ട് നമ്മൾ മിക്കവാറും വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ നിന്നിട്ട് പിന്നെ കുറെ പേര് എന്താ പറയാ, അയ്യോ അതൊക്കെ വലിയ ചാർജ് ആകും എന്നൊക്കെ പറയും. എന്ത് ചാർജ് ആയാലും വേണ്ടിയില്ല, കാര്യം നടക്കൂ. അതാണ് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോ ഈ ആഭിചാരം, കൈവശം ഇങ്ങനെയുള്ള സംഗതികളൊക്കെ കൂടുതൽ കൂടുതൽ ബലമായിട്ടാ വരണത്. കാരണം ആസുരിക ശക്തികൾക്കാണ് ഇന്ന് കലികാലല്ലേ. അപ്പൊ ഈ ഒരു സമയം, ഇത് പെട്ടെന്ന് ഏൽക്കാനുള്ള ഈ സമയത്ത് നമ്മൾ എന്തെങ്കിലും ജപങ്ങളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ പൂജകളോ അങ്ങനെ എന്തെങ്കിലും പോസിറ്റീവായിട്ട് ഏൽക്കാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റണ്ടേ. നമുക്കെതിരായ ഒരാളത് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ജപതപങ്ങളൊക്കെ വിടും. മനസ്സിലായ? പിന്നെ ചെയ്യാനുള്ള നമ്മുടെ കുടുംബത്തിലുള്ള അമ്മ, ഇപ്പൊ മോൾക്കാണെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാം, മോൾക്ക് ഇത് വേണം, നല്ലത് വരുത്തണേ, പ്രൊട്ടക്ഷനായിട്ട് അത് ചെയ്യാവുന്ന ആദ്യത്തെ ഒരു പ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഇത് ചെറുതായ രീതിയിലൊക്കെ ഇതിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കുറച്ച് നാണയങ്ങളൊക്കെ എടുത്ത് നന്നായി ഒഴിയുന്ന സമയത്ത് തന്നെ നമ്മൾ പറയുക, ഇങ്ങനെ എന്തെങ്കിലും എൻ്റെ കുട്ടിക്ക് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ ആവാഹിക്കപ്പെട്ടു പോയി ഏർപ്പെട്ട് അവളെ ശുദ്ധീകരിച്ച് കൃത്യമായിട്ട് എൻ്റെ കുട്ടിയെ നേരെ വഴിക്ക് കൊണ്ടുപോകണേ. ആദിപരാശക്തി ഏതാണോ നമ്മുടെ കുലദേവത അല്ലെങ്കിൽ നമ്മുടെ പരദേവത അല്ലെങ്കിൽ നമ്മൾ ചോറ്റാനിക്കരമ്മ അങ്ങനെയുള്ള ദേവി അങ്ങനെയുള്ള ആരാധനാമൂർത്തികളിലൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മളത് ഒഴിഞ്ഞ് അവിടെ ഇടുക, ഭണ്ഡാരത്തിലിടുക. അതുപോലെ തന്നെ ഉപ്പ് കല്ലുപ്പിന് ഭയങ്കര ശക്തിയായി ദുർമന്ത്രങ്ങൾ, നെഗറ്റീവായിട്ടുള്ള സംഗതികൾ. അപ്പൊ ആ കല്ലുപ്പെടുത്ത് നന്നായി ഒഴിയുക, എന്നിട്ട് അത് ഒഴുക്കുവെള്ളത്തിൽ കളയുക. അപ്പൊ അങ്ങനെ പിന്നെ പച്ചക്കർപ്പൂരം, ഇതൊക്കെ ഈ പോസിറ്റീവായിട്ടുള്ള സംഗതികളാണ്. അപ്പൊ നെഗറ്റീവിനെ ഓടിക്കാൻ നമുക്ക് ഒരു പരിധി വരെയൊക്കെ. പക്ഷെ ഇത് ആക്രമിക്കപ്പെട്ട് കീഴടക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ചക്കർപ്പൂരം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ കല്ലുപ്പ് ഉപയോഗിച്ചത് കൊണ്ടോ ഒന്നും ഒരു രക്ഷയില്ല. മനസ്സിലായ? ഇത് നമുക്ക് ഇത് ചെയ്ത ആളുകളിലേക്ക് തിരിച്ചെത്തിക്കാൻ പറ്റില്ലേ? തിരിച്ചെത്തിക്കാനുള്ള മന്ത്രം ചെയ്യാൻ പറ്റും. അങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്രയോ പേര് മാന്ത്രിക വിദ്യകളുണ്ട്, അങ്ങോട്ട് ഓടിക്കാമല്ലോ. ചെയ്തത് ആരാണെന്ന് കണ്ടാൽ അങ്ങോട്ട് തിരിച്ചു പോകത്തക്ക ക്രിയകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റും അനുഭവം. പക്ഷെ അതൊക്കെ ദോഷാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ ഇതിടുന്ന പോലെ, ബോംബിടുന്ന പോലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കളിക്കുക എന്നൊക്കെ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ട്. കാരണം കലികാലാണ് ഇവിടെ ധർമ്മത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൂല്യച്യുതിയാണ്. അപ്പം തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ നമ്മൾ തന്നെയാണെങ്കിൽ ആവർത്തിച്ച് കൈവശത്തെ കുറിച്ചും ആഭിചാരത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കേണ്ടി വരുന്നത് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. കാരണം ദൈവികവും ആസുരിക ശക്തികൾക്കും ദുഷ്ടശക്തികൾക്കും ആണ് ഇന്ന് ദൈവിക ശക്തികളെക്കാൾ കൂടുതൽ അവര് പ്രബലരായി നിൽക്കുകയാണ്. കാരണം ദൈവികമായിട്ടുള്ള ആത്മീയതയൊക്കെ ഇപ്പൊ വാക്കുകളിൽ മാത്രമായി. അതെ, ചുരുക്കത്തില് എന്തെന്ന കായ്ഫലമുള്ള മാവില് ഏറ് കിട്ടുള്ളൂ അത് ഉറപ്പാണ്. കായ്ഫലമില്ലാതെ ആർക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ ഗുണമുള്ളവന് കിട്ടും. എന്തെങ്കിലും ഗുണം അവനുണ്ടാകും. ആ ഗുണം മറ്റെല്ലാം അസൂയ ഉണ്ടാക്കുന്നുണ്ട്. അസൂയ ജനിപ്പിക്കുന്ന എന്തോ ഒരു വസ്തു ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ കൈവേഷത്തിനും ആഭിചാരത്തിനും ഒക്കെ നമ്മൾ നിൽക്കുള്ളൂ, അത് വരുന്നുള്ളൂ നമ്മളിലേക്ക്. നമ്മളൊന്നിനും കൊള്ളാത്തവരാണെങ്കിൽ ഒരു ആഭിചാരത്തെ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. ആരും നമ്മളെ അസൂയകൾ വരുന്നില്ലല്ലോ. തന്നേക്കാൾ നല്ലത് അല്ലെങ്കിൽ തനിക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ അയാളുടെ കയ്യിരിക്കുന്ന എന്തെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടിയാൽ കൊള്ളാം. ചിലര് സ്ഥലത്തിനൊക്കെ വേണ്ടി ചെയ്യും. ഇപ്പൊ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ടുള്ള പ്രോപ്പർട്ടിന്ന് എനിക്ക് കണ്ണായ സ്ഥലം തന്നെ വേണം, ആ സ്ഥലം തന്നെ വേണം, അത് അപ്പം തന്നെ കുടുംബ സ്വത്തുക്കൾ അമ്മ അങ്ങനെ എഴുതണം എന്നൊക്കെ പറയും, വശ്യം ചെയ്യും. അതൊക്കെ വശ്യത്തിലൊക്കെ വരും. ഈ ഇതിലെ നെഗറ്റീവില് തന്നെയാണ് വശ്യം. വശ്യം എന്ന് പറയുമ്പോൾ മനോഹരമാണ്, പക്ഷേ വശ്യം ഇത് തന്നെയാണ്, ബ്ലാക്ക് തന്നെയാണ്. അപ്പൊ അമ്മയ്ക്ക് തോന്നണം ഈ മകൾക്ക് കൊടുക്കണം. 4 മക്കളുണ്ടാവും, ചിലപ്പോൾ ഏറ്റവും നല്ല വലിയ സ്നേഹം കാണിച്ചിട്ടുള്ള അവന് പോകും എന്ന് നമുക്ക് ഉറപ്പാകുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാ ചേച്ചിക്ക് പോകുള്ളൂ. അമ്മയ്ക്ക് എത്ര കാര്യമാണ് അവരോട്.
അപ്പൊ നമ്മളിത് ചെയ്യും, വശ്യം ചെയ്യും. അപ്പൊ അമ്മ നമ്മൾ ചെന്ന് വലിയ കാര്യമായിട്ടൊക്കെ അതപ്പോ ഇനിയിപ്പോ അമ്മമാര് പേടിക്കും വേണമെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ അമ്മയ്ക്ക് തന്നെ സ്വയം തോന്നും ഇതിനേക്കാൾ അർഹ അവളാണ്. ചിലപ്പോ ഇവൾക്ക് നല്ല പൈസ ഉണ്ടാവും, അവള് തന്നെ അടിച്ചു വാരി കൊണ്ടുപോകും. മനസ്സിലായ? അപ്പൊ അങ്ങനെ വശ്യത്തിന് പല മുഖങ്ങളുണ്ട്. പിന്നെ പ്രണയം, നമ്മളെ പിന്നെ ഈ രീതിയിലൊക്കെ നമുക്ക് വശ്യായാലും മാരണായാലും ഉച്ചാടനായാലും ഇതൊക്കെ ഷഡ്കർമ്മങ്ങളിലൊക്കെ പെട്ട കാര്യങ്ങളാണ്. ഇതെല്ലാം ഇന്ന് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് എന്താ പറയാ, ക്വാളിറ്റി ഉള്ള ആൾക്കാരുടെ ക്വാളിറ്റി ഇല്ലാതാക്കാനായിട്ട് അസൂയാജനകമായിട്ട് വരുന്ന സംഗതികളാണ് ഇതെല്ലാം. അത് വളരെ പാവപ്പെട്ട ആൾക്കാർ, പാവപ്പെട്ടവർ മീൻസ് ഗ്രഹനിലയിലൊക്കെ വളരെ ലഗ്നത്തിനൊക്കെ ബലയില്ലാതെ ഒരു ദുർബലനായിട്ടൊക്കെ നിൽക്കുന്ന ഒരു 8ാം ഭാവത്തില് കുറെ രാഹുകേതുക്കൾ വരിക അങ്ങനെയൊക്കെ വരുന്ന ഒരാളാണെങ്കിൽ ഇത് വഴി കൂടി പോയാലും അയാൾക്ക് ഏൽക്കും. അതല്ല ലഗ്നത്തിന് ബലമുണ്ട്, ദൃഷ്ടി ഗുരുവിന് നന്നായിട്ട് പിന്നെ ദോഷം കടയുന്ന ആളാണ് വ്യാഴം. അപ്പൊ വ്യാഴാനുകൂലമൊക്കെ ഉള്ള ജാതകമാണ്, നല്ല സമയമാണ്, ദശാഭുക്തിയൊക്കെ നല്ല സമയമാണെങ്കിൽ അയാൾക്ക് ഇതൊന്നും ബാധിക്കില്ല. അപ്പാണ് പറയുന്നത് എനിക്കിതൊന്നും ബാധിക്കുന്നില്ലല്ലോ, അവനല്ലേ ബാധിക്കുന്നത്, അവന് ഭ്രാന്താണെന്ന് പറയും. അല്ല, ഇത് തിരിച്ചും വരും. നമുക്ക് നല്ല സമയം. പിന്നെ അണ്ടകശനി വരുന്ന, അഷ്ടമശനി വരുന്നു. അപ്പൊ ചാരവശാലും അങ്ങനെ തന്നെ നമ്മുടെ ദശയിലും നമ്മുടെ മഹാദശയിലും നമുക്ക് മോശപ്പെട്ട ഒരു സമയമാണ് വരുന്നതെന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്കപ്പൊ വേഗത്തിൽ അനുഭവിക്കും. അതാണ്. അപ്പൊ ഏത് വ്യക്തിക്ക് അവരതൊക്കെ നോക്കിയിരിക്കും. അതുകൊണ്ടാണ് ഈ അഭിചാരമൊക്കെ ചെയ്യുന്നവര് ചോദിക്കും, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ, ടൈം ഉണ്ടോ, ഇതിനാണ് ചോദിക്കുന്നത്. അവർക്ക് ഇപ്പൊ ഏത് ദശാകാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ ഏത് ഭാവം കൊണ്ടാണ് അവരെ നെഗറ്റീവ് നമ്മൾ കടത്തിവിടാൻ പറ്റുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനാണ് അവരതെല്ലാം ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു കാലഘട്ടങ്ങളൊക്കെ നോക്കിയിരുന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. എന്നാൽ മാത്രമാണ് ഫലം ഉണ്ടാകുന്നത്. വെറുതെ അങ്ങോട്ട് കണ്ണടച്ച് ചെയ്യുന്നതല്ലേ. ഇതിനകത്തൊക്കെ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ സോൾവ് ചെയ്താണ് അവരും ഇതിലേക്ക് എത്തുന്നത്. അഭിചാരം ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാ മതസ്ഥരും അഭിചാരത്തിന് വിധേയരാകാൻ പരുവത്തിൽ നിൽക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാവർക്കും അസൂയുണ്ട്.